വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്നും തള്ളാൻ നീക്കം നടക്കുന്നതായി പരാതി. CPM-നെതിരെയാണ് UDF ആരോപണം ഉന്നയിക്കുന്നത്. നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ട് ചെയ്യലുമായി ബന്ധപ്പെട്ട് വോട്ട് തള്ളൽ പ്രക്രിയയിൽ പരാതിക്കാരന്റെ സമ്മതമില്ലാതെ വോട്ട് തള്ളിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് എൻ്റെ അമ്മയുടെ പേരിലും ഒന്ന് ചെറിയമ്മൻ്റെ പേരിലും ഒന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഏടത്തിയമ്മൻ്റെ പേരിലുമായിട്ടുള്ളതാണ് കൊടുത്തത്. ഈ പരാതി പിന്നെ വോട്ട് തള്ളാൻ കൊടുത്ത ആളുമായിട്ട് ഒരു ബന്ധമോ പിന്നെ സമ്മതമോ ഇല്ലാതെ ആരോ ചെയ്തൊരു വ്യാജ പരാതി ഉണ്ടാക്കിയിട്ട് തമ്മിൽ ഐക്യത്തോടെ കൂടുന്ന നാടിനെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ. അല്ല, ഇതിന്റെ പിന്നിൽ ഈ വോട്ട് തള്ളാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ ആരാണെങ്കിലും ശരി, കാരണം ഇതുപോലെ വ്യാജ പരാതിയുമായി വരുന്നവർക്കെതിരെ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. അത് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. അതിലൊന്നൊരു തർക്കമല്ല. ഈ കള്ളപ്പരാതി കൊടുത്ത ആളുകളെ നമ്മൾ കണ്ടെത്തണം. ഏഴരയിൽ കുറച്ച് വോട്ടുകൾ തള്ളാൻ കൊടുത്തത് ആരാണെന്ന് നിലവിൽ അറിയില്ല എങ്കിലും നിലവിൽ ഈ കൊടുത്ത പരാതിയിൽ ആരാണ് കൊടുത്തത് എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അവർ ഇതുവരെ അങ്ങനെ ഒരു പരാതി കൊടുത്തതായിട്ട് അവർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും നല്ല രീതിയിൽ പോകുന്നതിന് ആർക്കൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് ഈ പരാതിയിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ താൽപര്യത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ UDF-ലെ സ്വാധീനമുള്ള വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നതായി നേതാക്കൾ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് വ്യക്തികളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത്. ഏഴുകളി വാർഡിൽ മാത്രം 60ഓളം ആളുകളുടെ വോട്ടുകൾ തള്ളിക്കളയാനുള്ള നീക്കം നടന്നിട്ടുണ്ട്. UDF-ൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിലെന്നും നേതാക്കൾ പറഞ്ഞു. പോസ്റ്റൽ വോട്ട് ചേർക്കുന്നതിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ ആദ്യം ചെയ്തത് അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനമാണെന്നും എന്നാൽ 22 വാർഡിൽ വിജയം നേടി UDF ഭരണം നേടുമെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിൽ നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വോട്ടർമാരെ ചേർക്കലും അതോടൊപ്പം തന്നെ വോട്ടർമാരെ തള്ളലൊക്കെ നടക്കുക ആണ്. ഈ 29-ാം തീയതിയോടുകൂടി ഹിയറിംഗ് പൂർത്തിയാണ്. എടവണ്ണ പഞ്ചായത്തിൽ ഏകദേശം 5000 ചില്ലാനം വോട്ടുകൾ പുതുതായി 4ാം നമ്പർ ഫോറത്തിലും ഏകദേശം 1000-നടുത്ത് 900-ന്റെ വോട്ടുകൾ 5ാം നമ്പർ ഫോറത്തിൽ തള്ളാനൊക്കെ നൽകിയ ഒരു സാഹചര്യമാണ് എടവണ്ണ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വളരെ തിട്ടൂരമായ തീരുമാനങ്ങളുമായി CPM ഭരിക്കുന്ന പഞ്ചായത്ത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ തുള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ ആദ്യം നമുക്കറിയാം, തള്ളാന് 5ാം നമ്പർ ഫോറിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആരാണ് ആക്ഷേപം ഉന്നയിക്കുന്നത് ആ ആളുകൾ വ്യക്തമായി രേഖപ്പെടുത്തി അവർക്ക് ഇന്ന സ്ഥലത്ത് വോട്ടുണ്ടെന്ന് രേഖപ്പെടുത്തി അതിനവിടെ തെളിവ് ഹാജരാക്കി അങ്ങനെയൊക്കെയാണ് 5ാം നമ്പർ വോട്ട് തള്ളുക. എന്നാൽ ഒരു തെളിവും ഹാജരാക്കാതെ ഉള്ള ആളുകളെ, അതോടൊപ്പം തന്നെ വ്യാജമായ ആളുകൾ, നമ്മൾ ഏകർലി വാർഡിൽ ഏകദേശം 60ഓളം ആളുകളുടെ പേരിൽ UDF ആളുകളുടെ 60ഓളം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ തള്ളുന്നതിന് വേണ്ടി നമുക്കറിയാം, തള്ളുന്നതിന് ആക്ഷേപം ഉന്നയിക്കേണ്ട ആളുകളുടെ പേരും അഡ്രസ്സും കൊടുക്കണം. എന്നാൽ ആക്ഷേപം കൊടുത്ത ആളുകൾ അറിയാതെ UDF-ൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഏകർലി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വെറികെട്ട രാഷ്ട്രീയമാണ് CPM നടത്തുന്നത്. അതിനൊത്താശ ചെയ്യുന്ന ഭരണസമിതി, അതിനൊത്താശ ചെയ്യുന്ന ജീവനക്കാരാണ് പഞ്ചായത്തിലുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ 900-ന്റെ അടുത്ത ആളുകൾക്ക് പോസ്റ്റൽ മുഖാന്തരം
ഈ 5-ാം നമ്പർ അപേക്ഷ കൊടുത്ത ആളുകൾക്ക് പഞ്ചായത്ത് വിവരം അറിയിക്കണം. എന്നാൽ ആ അഡ്രസ്സ് തെറ്റായി രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ പോസ്റ്റൽ അയച്ച കത്തുകളൊക്കെ തിരിച്ചു വന്നു. ഈ തെറ്റായ അഡ്രസ്സ് കൊടുക്കാൻ തന്നെ കാരണം UDFന്റെ ആളുകൾ ഹിയറിംഗ് അറിയാതെ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഹീനമായ പ്രവർത്തനമാണ് CPM നേതൃത്വത്തിൽ പഞ്ചായത്ത് നടപ്പാക്കുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ തെറ്റായ ഈ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് തന്നെ തിരിച്ചു വന്ന കാര്യങ്ങൾ അവസാനം പഞ്ചായത്ത് CPM ഭരണസമിതി ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് എന്താ, ഹരിതകർമ്മസേന അംഗങ്ങളെ കൊണ്ട് ഇത് കൊടുപ്പിക്കുക. നമുക്ക് ഹരിതകർമ്മസേന അംഗങ്ങളാണ് സ്വാഭാവികമായി അവർക്ക് താല്പര്യമുള്ള CPM ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ കൊണ്ട് വീടുകൾ കത്തെത്തിക്കുന്നില്ല. അപ്പോൾ ഉണ്ടാ സംഭവം എന്താണെന്ന് വെച്ചാൽ UDFന്റെ ആളുകൾക്ക് കത്ത് എത്തിക്കാതിരിക്കുക. കാരണം UDFന്റെ ആളുകൾക്ക് കത്തെത്തിച്ചാലെങ്കിൽ അവർ ഹിയറിങ്ങിന് വരുള്ളൂ. അങ്ങനെ ഹിയറിങ്ങിന് വന്നിട്ടില്ലെങ്കിൽ ആ വോട്ട് തള്ളുക. അങ്ങനെ എവിടെയും കേട്ടുകേൾവില്ലാത്ത രീതിയിൽ യഥാർത്ഥ വോട്ടർമാരെ തള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതിയെ കൊണ്ട്, ആ ഭരണസമിതി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇതുപോലെ വളരെ മോശപ്പെട്ട പ്രവർത്തനം നടക്കുന്നത്. ഇതിനെതിരെ UDF ശക്തമായ സമരങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജീവനക്കാർക്കെതിരെ അതുപോലെ തന്നെ ഒത്താശ ചെയ്യുന്ന CPM ഭരണസമിതിക്കെതിരെ ശക്തമായ സമര പോരാട്ടവുമായി അതിന്റെ തുടക്കം എന്ന രീതിയിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇടവണ്ണ UDF ഇന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കും സാഹചര്യത്തിൽ 1-ാം ഘട്ടത്തിൽ അവർ ചെയ്തത് വാർഡ് വിഭജനമാണ്. വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എടവണ്ണ പഞ്ചായത്ത് ഇവിടെ ജമാലങ്ങാടി ജംഗ്ഷൻ മുതൽ പെരുവലക്കുണ്ട് വരെയാണ് കുന്നുമ്മൽ വാർഡ്. അതായത് എരിയാട് ഭാഗം ഉൾപ്പെടുത്തി ചേനായിക്കുന്ന് ഉൾപ്പെടുത്തി പെരുവലക്കുണ്ട് അതിർത്തി വരെ. അതാണ് ഒരു വാർഡിൻ്റെ കുന്നുമ്മൽ വാർഡ് എന്ന് പറഞ്ഞ വാർഡിൻ്റെ അതിർത്തി. അതേപോലെ തന്നെയാണ് കുണ്ടുതോട് വോട്ട് കമ്പനി മുതൽ ഇവിടെ ഈ ജമാലങ്ങാടി വരെയാണ് എടവണ്ണ 10 എന്ന് പറഞ്ഞ വാർഡ്. എടവണ്ണ 22 പറഞ്ഞ പുതുതായിട്ടൊരു വാർഡ് രൂപീകരിച്ചത് ഇവിടെ PC കോളനി മുതൽ ആര്യന്തൊടിക അങ്ങേ അറ്റം വരെയാണ്. ആ രീതിയിൽ വളരെ അശാസ്ത്രീയമായിട്ട് അവർക്ക് ജയിക്കാവുന്ന രീതിയിൽ വാർഡ് വെട്ടിയിരിക്കുകയാണ് അവർ അതിനു വേണ്ടി ഞങ്ങൾ പരാതി കൊടുത്തെങ്കിലും ആ പരാതി പരിഗണിക്കാതിരിക്കുകയാണ്. അവിടെ ഗരീമി നേരത്തെ എടവണ്ണ പഞ്ചായത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മന്ത്രിമാർ നേരിട്ട് അവിടെ ഇട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ഞെട്ടിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അവർക്ക് പല ഓഫറുകളും കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തായാലും ആ രീതിയിലാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ്. കാരണം ഞങ്ങൾ പല പ്രാവശ്യം ഇതിൻ്റെ ഹിയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഹാജരാവുകയും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടും അത് യാതൊന്നും പരിഗണിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2-ാം ഘട്ടമാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും അതേപോലെ പേര് നീക്കം ചെയ്യലും. അതിൽ 1-ാം ഘട്ടം എന്നുള്ള രീതിയിൽ UDF ഒറ്റഘട്ടം കൊണ്ട് ലീഗും ഏതാണ് കോൺഗ്രസ് ഏതാണെന്ന് വ്യത്യാസമില്ലാതെ ഒറ്റഘട്ടമായിട്ട് വളരെ ശക്തമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി ഏകദേശം 3000-ലധികം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയപ്പോൾ അതിൽ വിരളിവുണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് CPM ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഉള്ള കുറേ വോട്ടർമാരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നോട്ടീസ് ഇപ്പോൾ അതിൻ്റെ രീതി ഇപ്പോൾ ഗരീമയുടെ സൂചിപ്പിച്ചു. അതായത് ഇത് ഒരു നോട്ടീസാണ്. ഇത് ഏഴുകളേരി വാർഡിൽ തന്നെയാണുള്ളത്. പല വാർഡിലും ഉണ്ട് ഇതേപോലെ. ഇത് ഷഹദിയ സി എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഇത് കല്യാണം കഴിച്ചിട്ടില്ല. ഒരു ജലീൽ എന്ന ചെറുകാട്ട് ജലീൽ എന്ന ആളുടെ മകളാണ്. ആ കുട്ടി അവിടെ പത്തപുരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം. അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത ഇവൾ തന്നെയാണ്. അതായത് ഞാൻ എൻ്റെ വോട്ട് നീക്കം ചെയ്യണമെന്നായിട്ട് ഞാൻ തന്നെ പരാതി കൊടുത്തു എന്ന രീതിയിൽ ഇതാണ് എൻ്റെ റെക്കോർഡ്. ഈ രീതിയിലൊക്കെ ാണ് കൃത്രിമമായിട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ മറ്റു കുറേ അപേക്ഷകൾ പരാതി കൊടുത്തിട്ടുള്ളത് വെള്ളാമറം അവിടെ കോളനി ഉണ്ട്. ആ കോളനിയിലുള്ള 2 സ്ത്രീകളെ പ്രായമായ 2 സ്ത്രീകളെ പേരിലാണ് ലീഗിൻ്റെ ഒരുപാട് വോട്ടുകൾ തള്ളാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ അവർ ഉദ്ദേശിക്കേണ്ട ലീഗിനും കോൺഗ്രസും ഈ ഐക്യം കണ്ടപ്പം ഇവർ തമ്മിൽ തെറ്റിച്ച് കളയാമെന്നിട്ട് ഒരു വ്യാമോഹം അവർക്കുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം അവരോട് പറയാനുള്ളത്, അവർ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ആളുകളാണ്. 2001 ഇതേപോലെ ആയിരുന്നു കാര്യങ്ങൾ. ഇതേപോലെ വാർഡ് വിഭജനം നടത്തിയത് അന്ന് ജാമിയ നേതാവിൻ്റെ പടി മുതൽ ചീനിക്കൽ വരെ ഒരു വാർഡായിരുന്നു. ആ രീതിയിൽ അന്ന് വാർഡ് വെട്ടിയിട്ട് അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് വാർഡുകൾ പിടിക്കാൻ വേണ്ടിയാണ് വാർഡ് അവരെ വെട്ടിയതെങ്കിൽ അന്ന് 16 വാർഡ് ഉണ്ടായിരുന്നിടത്ത് 14 UDF ാണെന്ന് തന്നെ തിരിച്ചടി കൊടുത്തത് അവരുടെ വാർഡ് വിഭജനത്തിന്. അന്നതുപോലെ തന്നെ ഈ പ്രാവശ്യം 24
പരമാവധി 2 വാർഡ് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ആ രീതിയിൽ ശക്തമായിട്ട് UDF ഉണ്ടാവും, ഒറ്റക്കെട്ടായിട്ട് UDF മുന്നോട്ട് പോകും. ആ രീതിയിൽ തന്നെ UDF അന്നത്തെ പോലെ ആ 2 ഒതുക്കിക്കൊണ്ട് അവരെ ഞങ്ങൾ ഈ പ്രാവശ്യം പാഠം പഠിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്. അവർ അനുഭവത്തിന് അവർ പാഠം പഠിക്കുന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും ഈ കാര്യങ്ങളെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു, ശക്തമായ സമര പരിപാടിയായിട്ട് മുന്നോട്ട് ഞങ്ങൾ പോകും. ഇതിന് ഒരു പോംവഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടില്ലെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ നിയമ നടപടികളടക്കം ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഒന്നാകെ തകിടം മറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വാർഡ് വിഭജനം മുതൽ നമുക്ക് അത് അനുഭവത്തിൽ തന്നെ എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. എടവണ്ണ പഞ്ചായത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള അശാസ്ത്രീയമായ വാർഡ് വിഭജനം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഒരു നിലക്കും ആർക്കും ഒരു കൂടുതൽ സൗകര്യപ്രദമായിട്ട് ആളുകൾക്ക് വികസന പ്രക്രിയകളിൽ പങ്കാളിത്തം വഹിക്കാനാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വാർഡുകൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ എടവണ്ണ പഞ്ചായത്തിലെ ഓരോ വാർഡിന്റെയും ഘടന പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും വികസന പ്രക്രിയകൾക്ക് ഒരു നിലക്കും സുഖകരമായിട്ട് നടത്താൻ കഴിയാത്ത രൂപത്തിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനം ആദ്യം അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇവിടെ യാഥാർത്ഥ്യമാക്കി. അതിന് പരാതി കൊടുത്തിട്ടൊന്നും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. വീണ്ടും വോട്ട് ചേർക്കുന്ന സമയമാണ്. ഇവിടെ UDF വളരെ ഒറ്റക്കെട്ടായിക്കൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സജീവമായ വോട്ട് ചേർക്കൽ, ഏറ്റവും കൂടുതൽ അപേക്ഷകൾ നൽകുകയും ഞങ്ങൾ വളരെ സഹകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ CPM അവരുടെ ആളുകളെയൊക്കെ പ്രായമാവാത്ത ആളുകളെ പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വ്യാജ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഹിയറിങ്ങിന് യഥാസമയം ഹാജരാക്കാതെ ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ കൂടുതലായിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ആളുകളെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഫോം 5 അതും തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരാണ് അത് തള്ളാൻ കൊടുത്തത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള രേഖ പോലും നമ്മൾ ചോദിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അവിടെ കിട്ടിയ അപേക്ഷകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ പഴയ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ഭാര്യയുടെ പേരിൽ അവരത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇല്ലാത്ത രേഖകൾ വെച്ചുകൊണ്ട് പല ആളുകളുടെയും പേരിൽ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലുള്ള ചില പോരായ്മകൾ എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ. ഇനി അവർക്കുള്ള ആകെ ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ UDFൽ എന്തെങ്കിലും ഭിന്നത ഈ രൂപത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷെ അവർ അതിന് വേണ്ടി അടുപ്പത്ത് വെച്ച വെള്ളം വാങ്ങി വെക്കലാണ് അവർക്ക് നല്ലത്. UDF വളരെ അതിശക്തമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ കുടുംബങ്ങളെ കൊണ്ട് ലീഗിലെ കുടുംബങ്ങളുടെ ആളുകളുടെ വോട്ട് തള്ളാൻ വേണ്ടി കൊടുക്കുക, ലീഗുകാരുടെ കുടുംബങ്ങളിൽപ്പെട്ട അംഗങ്ങളെ പേരിൽ കോൺഗ്രസുകാരുടെ വോട്ടുകൾ ഇത്രയും വളരെ മ്ലേച്ഛമായിട്ടുള്ള രൂപത്തിൽ ഇതൊക്കെ പിന്നീട് പുറത്തു വരും എന്നുള്ളതെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇതിന് ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ പോരാടും. അതിനപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ അധികാര ദുർവിനിയോഗത്തിന്റെ മറവിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെ ഇവിടുത്തെ എടവണ്ണ പഞ്ചായത്തിലെ UDFന്റെ ശക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ രീതിയിൽ തന്നെ അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ ആദ്യപടി എന്നോണം ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ സമരത്തിന് ഒരുങ്ങുകയാണ്. ഈ സമരം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ എടവണ്ണയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇടതുപക്ഷ ഭരണസമിതിക്കെതിരായിട്ടുള്ള ഈ സമരത്തിൽ ഈ എടവണ്ണയിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന അഭ്യർത്ഥന. വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.